നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ലൂപ്പസ് എന്താണ്, SLE എന്താണ്? SLE അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത്. അത് ലൂപ്പസ് എന്ന് പറയുന്ന പദം ചെന്നായ എന്നാണ് അതിൻ്റെ ശരിക്ക്. ചെന്നായ എന്നുള്ളതാണ് ലാറ്റിൻ ഭാഷയിൽ ഈ ലൂപ്പസിൻ്റെ ശരിക്കുള്ള അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ചെന്നായ കടിച്ചാൽ നമുക്കറിയാം, ചെന്നായ ഒരാളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് പാടുകൾ വരും, മുഖത്ത് പാന്തിക്കഴിഞ്ഞാൽ. അപ്പം ഈ ലൂപ്പസ് ഉള്ള ആളുകൾക്ക് ഈ മുഖത്ത് ഒരു പ്രത്യേക തരത്തിൽ റാഷ് വരും. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചുമന്ന് വരും. അപ്പോൾ ആദ്യം ആളുകൾ വിചാരിച്ചത് ചെന്നായ കടിച്ചവരെ പോലെയാണല്ലോ ഇവരുള്ളത്, അതുകൊണ്ടാണ് ഈ ലൂപ്പസ് എന്നുള്ള പേര് വന്നത്. അതുകൂടാതെ അത് എറിത്തമെറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ചുമന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള റാഷുണ്ട്, അത് ചുമന്നിരിക്കുന്നു. അതുമാത്രമല്ല സിസ്റ്റമിക് എന്ന് പറയുന്നത്, സിസ്റ്റമിക് എന്ന് വെച്ചാൽ ബാക്കി സിസ്റ്റംസിനെ, ശരീരത്തിലെ ബാക്കി ഓർഗൻസിനെ, ബാക്കി അവയവങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സിസ്റ്റമിക് എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് അഥവാ SLE എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ ഉദ്ഭവം അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ? ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. സാധാരണ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കറിയാം പുറത്തു വരുന്ന ബാക്ടീരിയയും വൈറസിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. അത് വിട്ടിട്ട് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷനിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത്. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും അതിൽ കോമൺ ആയിട്ട് കാണുന്ന റുമറ്റോയ്ഡ് ആർട്ടറീസാണ്. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും റുമറ്റോയ്ഡ് ആർട്ടറീസിലാണ് ജോയിൻസാണ് അഫക്റ്റ് ആകുന്നത്. പക്ഷേ സിസ്റ്റമിക് ലൂപ്പസിൽ അല്ലെങ്കിൽ SLEയിൽ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള ഏത് ഓർഗൻസിനെയും ഇത് അറ്റാക്ക് ചെയ്യാം. അതാണ് SLEയുടെ ഒരു പ്രശ്നം. അത് ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യാം, കിഡ്നിയെ ഇൻവോൾവ് ചെയ്യാം, കണ്ണിനെ ഇൻവോൾവ് ചെയ്യാം, സ്കിന്നിനെ ഇൻവോൾവ് ചെയ്യാം, ജോയിൻസിനെ ഇൻവോൾവ് ചെയ്യാം, ലങ്സിനെയോ ഹാർട്ടിനെയോ ഏത് അവയവത്തിനും വേണേൽ ഇൻവോൾവ് ചെയ്യാം. അതിൻ്റെ അർത്ഥം എല്ലാ SLE പേഷ്യൻസിനും എല്ലാ അവയവങ്ങളും ഇൻവോൾവ് ആകുവാണെന്നാണോ? ഒരിക്കലുമല്ല. ചിലർക്ക് ഓരോ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. അതാണ് ഒരു ചലഞ്ച്. ചിലർക്കത് കണ്ണായിരിക്കും, ചിലർക്കത് ജോയിൻ്റ് ആയിരിക്കും, ചിലർക്കത് സ്കിന്നായിരിക്കും. പലപ്പോഴും SLE തുടങ്ങുന്നത് ചെറിയ സന്ധിവേദനയോ പനിയോ ഒക്കെ ആയിട്ടായിരിക്കും. ആർക്കാണിത് വരുന്നത്? പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കാണ് വരുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് വരുന്നത്. മെയിൽസിനും വരാം. മറ്റ് വാദനങ്ങൾ പോലെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേര് ആണുങ്ങൾ കാണും, 90% ആളുകളും പെൺകുട്ടികളായിരിക്കും, ലേഡീസ് ആയിരിക്കും. ഒരു 15 35 40 വയസ്സ് വരെയുള്ള ലേഡീസിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കാരണം അപ്പോഴാണല്ലോ ഹോർമോൺസിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നത് ലേഡീസിന്. അപ്പോൾ ഇവരുടെ സിംറ്റം എന്താണ്? ഞാൻ പറഞ്ഞു, സന്ധിവേദനയായിട്ട് തുടങ്ങാം. ജോയിൻസിന് സന്ധികൾക്ക് വേദന, വിട്ടുമാറാത്ത ക്ഷീണം, പനി, വിട്ടുമാറാത്ത ചെറിയ രീതിയിലുള്ള പനി, അല്ലെങ്കിൽ ചിലർക്ക് മുടി കൊഴിച്ചിൽ, ഇതൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇതിൻ്റെ വേറെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇവിടെ മുഖത്ത് വരുന്ന പാടുകളാണ്. സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ ചുവന്ന് തൊടുത്ത പാടുകൾ മുഖത്തോ ശരീരത്തിൽ എവിടെയെങ്കിലും വരാം. ഫോട്ടോ സെൻസിറ്റീവ് റാഷ് എന്ന് പറയും. അതാണ് SLEയുടെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണം. മാലാർ റാഷ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കാണുന്ന ചുമന്ന റാഷ്. ഇതൊക്കെയാണ് സാധാരണ ആരംഭഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ തൊലിപ്പുറത്ത് ചുമന്ന പാടുകൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ട് വരാം. അതോടൊപ്പം തന്നെ ബാക്കി ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കിഡ്നിയാണ് സാധാരണ ഇത് കൂടുതലായിട്ട് ഡേഞ്ചറസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. കിഡ്നിയാണ്. കിഡ്നി ഇൻവോൾവ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ്? പ്രോട്ടീൻ പോകലാണ് കിഡ്നിയിൽ പോകുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. അതായത് മൂത്രത്തിൽ ചെറിയ പത കാണാം. മൂത്രം ഒഴിക്കുമ്പോൾ പത ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് സാധാരണ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കിഡ്നിയെ ഇൻവോൾവ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ SLE പേഷ്യൻസിന് എല്ലാം ഒരു 2-3 മാസം കൂടുമ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് ആദ്യത്തെ ലക്ഷണമാണ്. പിന്നെ പുറത്ത് കാണുന്ന ലക്ഷണം എന്ന് വെച്ചാൽ കാലിൽ നീര് വരിക. അതോടൊപ്പം തന്നെ ഇത് ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്യാം, ലങ്സിനെ ഇൻവോൾവ് ചെയ്യാം, ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യാം. ഹാർട്ടിനെയും ലങ്സിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ശ്വാസം മുട്ടലായിരിക്കും. ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ചിലർക്ക് ഡിപ്രഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ചിലർക്കത് സൈക്കോസ് എന്ന് പറയുമ്പോൾ അബ്നോർമലായിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകുന്ന പോലെ, അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാകാം. അപ്പോൾ SLEയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ എല്ലാ ഓർഗനും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഓർഗനും ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ചിലർക്ക് വായ്പുണ്ണ് വരാം, ചിലർക്ക് മൂക്കിനകത്ത് പുണ്ണ് വരാം. അപ്പം തലതൊട്ട് കാല് വരെയുള്ള എല്ലാ ഓർഗൻസിനെയും ഒരിക്കലും ഒരാൾ ഇൻവോൾവ് ആകത്തില്ല. ചിലർക്ക് ചെറിയ വളരെ മൈൽഡ് ഡിസീസായിരിക്കും. ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ആളുകൾ പേടിക്കും. എന്താണ്? അയ്യോ, എനിക്ക് എല്ലാ ഓർഗനും ഇൻവോൾവ് ആകും. ഒരിക്കലുമില്ല. SLEയുടെ ചിലർക്ക് നമ്മൾ തന്നെ കൂടെ കുറേ പേഷ്യൻസ് ഉണ്ട്. ചെറിയ മുടി കൊഴിച്ചും ചെറിയ സന്ധികളുടെ വേദനയായിരിക്കും, വളരെ മൈൽഡായിരിക്കും. നമ്മളവളെ ചെറിയ HCQ പോലുള്ള ചെറിയ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില ആളുകൾ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ പനി വരുന്നു, അത് കഴിയുമ്പോൾ തന്നെ കിഡ്നി ഇൻവോൾവ് ചെയ്യുന്നു, കിഡ്നി ഫെയിൽ ആകുന്നു.
ചിലർക്ക് ആദ്യം ബാധിക്കുന്നത് ലങ്സിനെ ആയിരിക്കും, അവർക്കൊരിക്കലും കിഡ്നിയെ ബാധിച്ചേന്നില്ല വരത്തില്ല. ചിലർക്ക് ബ്രെയിനിനെ മാത്രം ബാധിക്കുന്നുണ്ട്, കിഡ്നി അവർക്ക് ബാധിക്കില്ല. അപ്പോൾ ഓരോ SLE പേഷ്യൻറ്റും ഓരോ തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്, ഓരോ തരത്തിലാണ് അസുഖത്തിൻ്റെ പ്രോഗ്രഷനും വേറെ തരത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ഒരാൾക്ക് പനിയും ചെറിയ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും പല ഡോക്ടർമാരെ കാണിക്കും. പനിയും മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഡെർമറ്റോളജിസ്റ്റിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിഷ്യൻ്റെ അടുക്കൽ പോകാം. മുഖത്ത് റാഷ് വന്നു, അവരെന്തെങ്കിലും ക്രീം പുരട്ടും. പലപ്പോഴും ഈ രോഗനിർണ്ണയം നടത്താനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകും. കാരണം ഇവർക്ക് നോൺ സ്പെസിഫിക്, കറക്റ്റ് സ്പെസിഫിക് സിംറ്റം അല്ല ഇവർക്ക് ഉണ്ടാകുന്നത്, പലപ്പോഴും നോൺ സ്പെസിഫിക് സിംറ്റം ആയിരിക്കും. അപ്പോൾ പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടായിരിക്കും അവസാനം ഇവർ റുമറ്റോളജിസ്റ്റിൽ എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ രോഗനിർണ്ണയം നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടല്ല. ഈ രോഗത്തിൻ്റെ ഒരു കോൺസ്റ്റലേഷൻ, അതായത് നമ്മൾ പറഞ്ഞില്ല ഇത്രയും സിംറ്റങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. കോമൺ ആയിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി അഥവാ ANA. അപ്പോൾ ANA ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ANA പോസിറ്റീവാണ്, അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് SLE അതിൻ്റെ ബാക്കി സിംറ്റംസ് കൂടി ഉണ്ടോ. ANA പോസിറ്റീവ് ആയതുകൊണ്ട് കാര്യം മാത്രമില്ല, ESR കൂടുതലാണോ, ബാക്കി ഏതൊക്കെ അവയവങ്ങളെ ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് SLE ആണോ അല്ലെന്നുള്ളത് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇതിന് അവൈലബിൾ ആണ്. സൈക്ലോഫോസ്ഫമൈഡ് ആയിരുന്നു ആദ്യമൊക്കെ ഘട്ടത്തിലേക്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 2010 ശേഷം 2005 ശേഷം എന്ന് തന്നെ പറയാം, കുറേ മരുന്നുകൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ വന്നു. ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ആൻറ്റി മലേറിയൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നാണ്. അത് പണ്ട് കാലത്ത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് മരുന്നാണ്. HCQ എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ്. HCQ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയും. ഏറ്റവും SLEയുടെ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് മരുന്നാണ്. എല്ലാ SLE പേഷ്യൻസും ഓൾമോസ്റ്റ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കണം. HCQ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസുഖം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ്, ലോങ് ടേമിൽ ഈ അസുഖം തിരിച്ചു വരാനുള്ള റിസ്ക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് HCQ മരുന്ന് അവർക്ക് HCQ ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട്. ചിലർക്ക് സ്കിന്നിൽ കുറച്ച് കറുപ്പ് പോലെ വരും. വളരെ റെയറായിട്ട് കണ്ണുകളിൽ ചെറിയ കുത്തുകൾ വരാം. 100 ഒരാൾക്കൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ കണ്ണുകളിൽ ചെറിയ കാഴ്ചയ്ക്ക് വ്യത്യാസം വരാം. അപ്പം സ്കിന്നിൽ കറുത്ത് കഴിയുമ്പോൾ കുറേ ലേഡീസ് നമ്മുടെ പറയും ഡോക്ടർ ഞാൻ നിർത്തുവാന്ന് പറയും. പക്ഷേ SLEയുടെ ബാക്കിയുള്ള റുമറ്റോയിഡും ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പലപ്പോഴും മാറ്റി കൊടുക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ SLEയിൽ HCQ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും നിങ്ങൾ മുടക്കരുത് SLEയുടെ പേഷ്യൻസ്. ബാക്കി അതിനുശേഷം വന്ന മരുന്നുകളാണ് മൈക്കോഫെൻഡേറ്റ് മൊഫറ്റിൽ അഥവാ MMF എന്നൊക്കെ പറയുന്ന മരുന്ന്. വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണതും. അത് SLE കിഡ്നിയെയും ബ്രെയിനെയൊക്കെ ബാധിക്കുമ്പോൾ കൊടുക്കുന്നൊരു മരുന്നാണ്. ലങ്സിനെയും ഹാർട്ടിനെയും വളരെ എഫക്റ്റീവാണ്. സൈഡ് എഫക്റ്റിനും താരതമ്യേന കുറഞ്ഞ ഒരു മരുന്നാണ് ഈ മൈക്കോഫെൻഡേറ്റ്. അതായത് 2010 വരെയുള്ള മരുന്നുകൾ. കഴിഞ്ഞ 10 വർഷത്തിൽ വളരെ കൂടുതൽ മരുന്നുകൾ വന്നു. ഒന്ന് റിറ്റുക്സിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. അത് SLEയുടെ കാരണമായ B സെൽസിനെ ഡെപ്ലീറ്റ് ചെയ്യുന്ന മരുന്നാണ്. അതുപോലെ ബെലിമുമാബ്, അവിടെ തന്നെ B സെൽസിൽ ആക്ട് ചെയ്യുന്നൊരു മരുന്നാണ് ഈ ബെലിമുമാബ്. ഈ പനിഫ്രോലുമാബ് എന്ന് പറയുന്ന മരുന്നു, ഓക്ലോസ്പോർ എന്ന് പറയുന്ന മരുന്ന് വരുന്നു. ടാക്രോളിമസ് നേരത്തെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മരുന്നാണ്. അങ്ങനെ SLEയുടെ ട്രീറ്റ്മെൻറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് 10, 15, 20 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇനിയും കുറേ മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ഈ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ SLEയുടെ പ്രോഗ്നോസിസ്, SLEയുടെ ഉള്ള ആളുകൾ ലോങ് ടേം ആയിട്ട് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. 10, 15, 20, 30 കൊല്ലമൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൽ കൂടുതൽ ജീവിക്കുന്നവരുണ്ട്. സാധാരണ നോർമൽ ലൈഫിൽ ഒരു 15 വയസ്സിൽ 20 വയസ്സിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 60, 70, 80 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ പല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെ തന്നെ 15, 20 കൊല്ലം ഫോളോ അപ്പിലുള്ള ആളുകളുണ്ട്. സാധാരണ ജീവിതം നയിക്കുന്നവരുണ്ട്. അവർക്ക് പ്രഗ്നൻ്റായ കുട്ടികളാകുന്നവരുണ്ട്. അങ്ങനെ സാധാരണ ജീവിതം ഇപ്പോഴും ഇവർക്ക് പോസിബിളാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ 1980, 90 75, 80 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു 50% രോഗികളും മരിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ഇപ്പോൾ 95% രോഗികളും സാധാരണ ജീവിതം നയിക്കുന്നതിലേക്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ വളരെ ഞാൻ പറഞ്ഞു 100-ൽ 1-2 പേർക്ക് വളരെ സിവിയറായിട്ട് SLE വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സൂക്ഷിച്ചാണ് മരുന്നുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ SLE പേഷ്യൻസിനും ഒരേ മരുന്നുകളല്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക മരുന്നുകളായിരിക്കും അവർ കൊടുക്കേണ്ട. ഡോസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതവരുടെ ഓരോ ലക്ഷണങ്ങളും ഏത് ഓർഗൻസിനെ ഇൻവോൾവ് ഏത് അവയവങ്ങളെ ഇൻവോൾവ് ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഡോസ് നമ്മൾ കൊടുക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതും. അപ്പോൾ SLEയെക്കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം നല്ല സിവിയറായിട്ടുള്ള ഡിസീസാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വരുതിയിൽ കൊണ്ടുവരാനും സാധിക്കും ഒരു 90-95% ആളുകളിലും. പക്ഷേ ലോങ് ടേം മെഡിസിൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഏത് മരുന്ന് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചൂസ് തീരുമാനിക്കേണ്ടതാണ്. ഏത് അവയവങ്ങളെ ഇൻവോൾവ് ചെയ്യുന്നു, കുട്ടികളുടെ പ്രായം എങ്ങനെയാണ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് പ്രൊഫൈലൊക്കെ നോക്കി അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ SLE ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തനിയെ മരുന്ന് കൺട്രോൾ ചെയ്യരുത്. ഡോക്ടറുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പോകൂ. കാരണം SLE ഡോക്ടർ പറയുന്ന അനുസരിച്ചല്ല നമ്മൾ മരുന്ന് തുടങ്ങുന്നതെങ്കിൽ നമ്മളെപ്പോഴും പറയും SLE തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം തിരിച്ചു വരാതിരിക്കാൻ നോക്കുക. കഴിയുന്നതും ചെറിയ രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.